ഹായ് ഹലോ ഗായ്സ്, ഇന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ്. അച്ഛനും മോളും കൂടെ ആദ്യമേ പോയി അങ്ങ് സീറ്റ് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവർ റെഡിയായി നേരത്തെ അങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ റെഡിയാവേണ്ട ഒരു താമസം മാത്രമാണ്. അങ്ങനെ പിന്നെ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഞാൻ അമ്പലത്തിൽ കൂടുതൽ ദിവസം പോണതല്ല, ഏട്ടനാണ് കൂടുതൽ ദിവസവും അമ്പലത്തിലോട്ട് പോണേ. പിന്നെ ഞാനും കൊച്ചും കൂടെ ഇന്ന് പിന്നെ ഞാനും കുഞ്ഞും കൂടെ അങ്ങ് പോയി. അപ്പോൾ ഇതാണ് അമ്പലം. ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ കുടുംബക്ഷേത്രമായതുകൊണ്ട് പിന്നെ എന്നും ഏട്ടൻ വരും. അപ്പോൾ ഇത് അവിടുത്തെ ഈ സാധനങ്ങൾ, എണ്ണ, നല്ലെണ്ണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കട പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മങ്കാരമേട്ടൻ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രം. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ചേട്ടൻ പക്ഷേ എന്നും വരാറുണ്ട്. അപ്പോൾ ഒരാൾക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തപ്പം ആൾ ഓട്ടം നിൽക്കൽ കൂടിയില്ലായിരുന്നു. നല്ല ഓട്ടം. അവൾക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ അവർ ഗാർഡൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് പൂക്കളും നല്ല ചെടികളും മറ്റേ ഹാങ്ങിങ് പോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. നല്ല ഭംഗിയാണ്. അവിടെ നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഇത് അയ്യപ്പൻ ക്ഷേത്രമാണ്, ഇതിൻ്റെ അകത്തുള്ള തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി നമ്മൾ വലം ചുറ്റിന് പോവുകയാണ്. പിന്നെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് പിന്നെ പ്രസാദം വാങ്ങാനുള്ള ഇതിലായിരുന്നു. പ്രസാദത്തിന് നല്ല ആളുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ചല്ല, എന്നാലും ഇന്ന് നല്ലൊരു ആളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ കോവിലിൽ കയറിയ നമ്മൾ 5 മിനിറ്റെങ്കിലും ഇരുന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും അങ്ങിരുന്നു. നല്ല ചൂട്. പിന്നെ നമ്മൾ 5 മിനിറ്റ് കൂടുതൽ ഇരുന്നില്ല, കാരണം അവൾ സീനാവും. അതുകൊണ്ട് 5 മിനിറ്റ് കൂടുതലൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ അച്ഛൻ്റെ കടയിലോട്ട് വന്നു. അച്ഛനില്ലായിരുന്നു കടയിൽ, എവിടെയോ കടയിലെന്തോ പോയതാണ്, വേറെ പണിക്ക് പോയതായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ടെത്തി. പിന്നെ കാടും മലയൊക്കെ താണ്ടി നമ്മൾ വീട്ടിലോട്ടെത്തി. അപ്പുറത്തും നമ്മളെ ചെമ്പരത്തിയുടെ ഇല നല്ല പോലെ കാട് പിടിച്ച് കിടക്കണം. അതുപോലെ മുളയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല സൈഡ് ഫുള്ള് നല്ല രസമാണ് കാണാൻ. അത് അപ്പുറത്തെ വീട്ടിലെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ചക്കകൾ. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ചേട്ടനാണെങ്കിൽ അങ്ങ് പോയപ്പോൾ ഉള്ള കരച്ചിലാണ് ഇവിടെ. അപ്പോൾ അവൾക്ക് നല്ല സങ്കടമാണ് ചേട്ടൻ പോണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.